പൂവനങ്ങൾക്കറിയാമോ ഒരു പൂവിൻ വേദന, പൂവിൻ വേദന. പൂവനങ്ങൾക്കറിയാമോ ഒരു പൂവിൻ വേദന. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ രണ്ടാമത് ഉപയോഗം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈ ടെൻസിനോടൊപ്പം ഉപയോഗിക്കാവുന്ന കുറേയേറെ ടൈം വേർഡുകൾ ഇതോടൊപ്പം നൽകുന്നുണ്ട്. അവ വായിച്ച് മനസ്സിലാക്കുക. രണ്ട് ഉപയോഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ടെൻസിൻ്റെ അടുത്തത് മൂന്നാമത് ഉപയോഗമാണ്. ഒരു കാര്യം ആമുഖമായി പറയട്ടെ. ഗ്രാമർ പഠിക്കുമ്പോൾ തുടർച്ചയായി ഒരു ക്ലാസ് കഴിഞ്ഞ് മറ്റൊരു ക്ലാസ് എന്ന രീതിയിൽ വേണം പഠിക്കുവാൻ. കാരണം മുൻ ക്ലാസ്സുകളിലെ ചില കാര്യങ്ങളെല്ലാം തൊട്ടടുത്ത ക്ലാസ്സിൽ പരാമർശിക്കുന്നുണ്ടാവാം. അവ അറിയണമെങ്കിൽ മുൻ ക്ലാസ്സുകൾ കണ്ടിരിക്കണമല്ലോ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് കേൾക്കുന്നത് 36ാമത്തെ ക്ലാസ്സാണ് എന്നും അറിഞ്ഞു വയ്ക്കുക. തേർഡ് യൂസ് ഓഫ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. Present perfect tense is used to express an action that happened in the immediate past. തൊട്ടു മുമ്പ് നടന്നു കഴിഞ്ഞ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഇൻ ദി ഇമ്മീഡിയറ്റ് പാസ്റ്റ്, തൊട്ടു മുമ്പ് നടന്നു കഴിഞ്ഞ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ഈ ടെൻസ് ഉപയോഗിക്കുന്നു. I have just completed the work. ഞാൻ ഇപ്പോ ആ പ്രവൃത്തി പൂർത്തിയാക്കിയതേ ഉള്ളൂ. ഇത് ഈ പറയുന്നതിന് തൊട്ടു മുമ്പ് നടന്നു കഴിഞ്ഞ ഒരു പ്രവൃത്തിയാണ്. നമ്മൾ ഈ സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പ് നടന്നു കഴിഞ്ഞ ഒരു പ്രവൃത്തിയാണ്. I have just completed the work. അവൾ ഇപ്പോൾ പോയതേ ഉള്ളൂ പുറത്തേക്ക്. She has just gone out. അവൾ ഇപ്പോൾ പുറത്തു പോയതേ ഉള്ളൂ. ഇതും തൊട്ടു മുമ്പ് നടന്ന ഒരു പ്രവൃത്തിയാണ്. കിട്ടിയോ? She has just come in. The sun has just set. സൂര്യൻ ഇപ്പോൾ അസ്തമിച്ചതേ ഉള്ളൂ.
ഞാൻ നോക്കി നിൽക്കെ അത് അസ്തമിച്ചു. They have just entered the room. They have just entered the room. I have just watered the plants. She has just phoned me. ഇപ്പോൾ ചെയ്തു കഴിഞ്ഞേ ഉള്ളൂ. I have just had a cup of tea. I have just had a bath. I have just sent a message. I have just had lunch. ഇങ്ങനെ പറയുന്നതിന് തൊട്ടു മുമ്പ് നടന്നു കഴിഞ്ഞ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. To express an action that happened in the immediate past. കേട്ടല്ലോ. മറ്റൊന്ന് രണ്ട് വാചകങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ 3 ഉപയോഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുക. 3 ഉപയോഗങ്ങളെ പറ്റിയും ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നില്ല. എങ്കിലും 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാം. ഓൾറെഡി വെച്ച് ഈ ടെൻസ് എങ്ങനെ എഴുതാം? ഞാൻ ഇതിനകം 4 നോവലുകൾ വായിച്ചിട്ടുണ്ട്. I have already read 4 novels. ഞാൻ ഇതിനകം 2 കവിതകൾ എഴുതിയിട്ടുണ്ട്. I have already written 2 poems. ഞാൻ ഇതിനകം അവനെ തല്ലിയിട്ടുണ്ട്. ഞാൻ ഇതിനകം അവനെ തല്ലിയിട്ടുണ്ട്. I have already beaten him. ഞാൻ ഇതിനോടകം എൻ്റെ ജോലിയെല്ലാം തീർത്തു കഴിഞ്ഞു കേട്ടോ. I have already completed my work. ഞാൻ ഇതിനകം തന്നെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു. I have already taken a bath. I have already taken lunch. ഇങ്ങനെ ഓൾറെഡി ചേർത്തും ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇത്രയും നേരമായിട്ടും എൻ്റെ ജോലി തീർത്തിട്ടില്ല എന്നറിയിക്കാൻ യെറ്റ് ഉപയോഗിച്ച് ഈ ടെൻസ് പറയാറുണ്ട്. I haven't completed my work yet. I haven't taken lunch yet. I haven't sent him a message yet. ഇങ്ങനെ സന്ദർഭവശാൽ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. വിശദമായി ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല. ഇത്രയും മതിയാകും. ഈ ടെൻസിൻ്റെ 3 ഉപയോഗങ്ങളും നല്ല ശ്രദ്ധയോടെ കാണുക, പഠിക്കുക.
നമ്മൾ ഇതുവരെയായി ചർച്ച ചെയ്തത് 3 ടെൻസുകളാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. 3 ടെൻസുകളും പഠിച്ചോളൂ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ ചെയ്യാറുള്ള ബേസിക് സെൻറ്റൻസുകൾ നോക്കാം. വാട്ട് ഹാവ് യു റിട്ടൺ? നമ്മൾ ബേസിക് സെൻറ്റൻസ് നോക്കുകയാണ്, 5 എണ്ണം. വാട്ട് ഹാവ് യു റിട്ടൺ? I have written a message. Have you written a message? Yes, I have written a message. No, I have not written a message. Yes, I have. No, I haven't. എന്നും പറയാം. ഞാൻ പൂർണ്ണമായി പറഞ്ഞു. ബേസിക് സെൻറ്റൻസുകൾ അങ്ങനെയാണ് ഉണ്ടാക്കുക. ഇതിനു മുമ്പ് പറഞ്ഞു വന്നിട്ടുണ്ട്. വാട്ട് ഹാവ് യു സങ്? ഐ ഹാവ് സങ് എ സോങ്. ഹാവ് യു സങ് എ സോങ്? യെസ്, ഐ ഹാവ് സങ് എ സോങ്. നോ, I have not sung a song. കിട്ടിയോ? What has she read? She has read a letter. Has she read a letter? Yes, she has read a letter. No, she has not read a letter. What has Karun done? Karun has watered the plants. He എന്നും പറയാ കേട്ടോ. Has Karun watered the plants? Yes, Karun has watered the plants. No, Karun has not watered the plants. ഇത് നോക്കി വെച്ചോളൂ. yes or no question, WH question ഉണ്ടാക്കാനായിട്ട് ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇവയെല്ലാം ആവശ്യമായി വരും. കോൺവെർസേഷനകത്ത് ക്വസ്റ്റ്യൻ ഫോർമേഷൻ നിർബന്ധമായും വരാറുണ്ട്. ഈ സമയത്ത് ഇവ വേണ്ടിവരും. ഒരു WH ക്വസ്റ്റ്യൻ ഞാൻ പറയാം. വാട്ട് ഹാസ് പ്രമോദ് ടേക്കൺ? Pramod has taken lunch. Has Pramod taken lunch? Yes or no question? Yes, Pramod has taken lunch. No, Pramod has not taken lunch. yes or no question വന്നു, WH question വന്നു. Where has he gone? He has gone to Mumbai. Has he gone to Mumbai? Yes, he has gone to Mumbai. No, he has not gone to Mumbai. What have you eaten?
I have eaten an apple. Have you eaten an apple? Yes, I have eaten an apple. No, I have not eaten an apple. 5 ബേസിക് സെൻറ്റൻസുകൾ ഈ ടെൻസുമായി ബന്ധപ്പെട്ട് പഠിച്ചു. ഈ ക്ലാസ് ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടെൻസുമായി താമസിയാതെ ഒരുമിച്ച് കൂടാം. അതുവരേക്കും എല്ലാവർക്കും വിട.